എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇയാൾ ഇവിടെ കാവൽ കിടക്കുന്നത് ചിക്കൻ്റെ മണം കിട്ടിയെന്ന് തോന്നുന്നു. ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ല. വാങ്ങിക്കൊടുന്ന കവറൊക്കെ പുറത്തേക്ക് ഇട്ടപ്പോഴേക്ക് തന്നെ ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാനും പിന്നെ വല്ലാതെ ശല്യം ചെയ്യാനൊന്നും പോയില്ല. പാവം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്തേക്കും വല്ലാതെ പോണില്ല. ഇപ്പോൾ നല്ല വിഷനായ്ക്കളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന കാരണം കൊണ്ട് പേടിയാണ്. ഇതൊന്നും സ്വഭാവം നമുക്കറിയില്ലല്ലോ. കുറച്ച് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ശല്യം ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പുറത്ത് കൊടുന്ന് കഴുകുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ മോളും ഒപ്പം തന്നെ നിന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകുകയാണ്. ചിക്കനാണെങ്കിലും മത്സ്യമാണെങ്കിലും കഴുകി അതിൻ്റെ മുള്ള് കാണിക്കുക എന്നുള്ളത് ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അത്ര വൃത്തിയായിട്ട് കഴുകും. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാ വീട്ടമ്മമാരും അത് അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ചിക്കൻ്റെ ബാക്കിയൊക്കെ ഞാൻ അതിനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അടുത്തേക്ക് വരാനൊരു മടി പോലെ ഇങ്ങനെ നോക്കി നിൽക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ നടന്നു വന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം വടുക്കോർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് ഒരു വേണ്ടാത്ത പാത്രത്തിൽ. കാക്കയ്ക്കോ പൂച്ചയ്ക്കോ നായ്ക്കൾക്കോ ഒക്കെ വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ അവർ വല്ലാതെ പാടുപെടണമല്ലോ നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു പരന്ന പാത്രത്തിൽ എപ്പോഴും വെള്ളം വയ്ക്കും. അതെൻ്റെ മോനാണ് പറയാറ് കേട്ടോ. അമ്മ അങ്ങനെ കുറച്ച് വെള്ളം ഒരു വേണ്ടാത്ത പാത്രത്തിൽ വയ്ക്കും. അന്ന് മുതൽ ഞാനതെന്നും ചെയ്യാറുണ്ട്. വെള്ളം കഴിയുമ്പോൾ മാറ്റി വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ രാത്രി ഏട്ടൻ പറഞ്ഞു കുറച്ച് ചിക്കൻ എടുത്ത് വറുക്കും, കറി നാളെ വെച്ചാൽ മതി, ഇന്ന് കുറച്ചെടുത്ത് വറുക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് വറുത്തു. ഇപ്പം മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് മോളേനെ ഇതിനൊന്നും ഞാൻ വിളിക്കാറില്ല. അവൾ TV കാണും, ഫോൺ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇത്രയും പഠിപ്പല്ലായിരുന്നു, ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക എല്ലാവരും. അപ്പോൾ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ബോൺലെസ് ആയതൊക്കെ എടുത്ത് വറുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാത്രിയിലത്തെ ഡിന്നർ ഞങ്ങൾക്ക് ചോറ് തന്നെയാണ്. ചിക്കൻ ഫ്രൈയും പിന്നെ പഴമാങ്ങ കറിയുണ്ട്. പിന്നെ ഏട്ടന് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ മോള് രാത്രി ഒരു മാങ്ങയുടെ ഒരു കഷ്ണമൊക്കെ മുറിച്ച് എനിക്ക് അവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഞാൻ ചിക്കനൊക്കെ വറുക്കാൻ തുടങ്ങി. ഞങ്ങൾ മൂന്നാൾക്കും അല്ലേ വേണ്ടു. അപ്പോൾ ഞങ്ങളത് വറുക്കാണ്. പിന്നെ ഏട്ടന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയാലും ഏട്ടൻ രാത്രി കഴിച്ചത് ഇതൊന്നുമല്ല കേട്ടോ. ചിക്കൻ മണം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഭക്ഷണത്തിനൊന്നും അത്ര അങ്ങോട്ട് രുചിയായിട്ടില്ല. ചിക്കൻ കണ്ടപ്പോൾ വേണം വറുത്താൽ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും മോളും മാത്രമാണ് അത് കഴിച്ചത് കേട്ടോ. ഏട്ടൻ സവാളയിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ദോശയ്ക്ക് അതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ പഴമാങ്ങക്കറി അതും വേണ്ട. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. മുറി നല്ല കുറവുണ്ട്, പക്ഷെ എന്നാലും ഭക്ഷണത്തിന് രുചിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നെ കമൻറ്റിൽ കൂടി അറിയിപ്പിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം ഗ്യാസൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഒരു ദിവസം ഇന്നാണ്ട് കഴിയാണ്. അപ്പോൾ ഒരു ദിവസം എത്ര പെട്ടെന്നല്ലേ പോണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.